ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രിയാണ്. സോ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്നും ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്നാണ്. ദി ഓർഗാനിക് കെമിസ്ട്രി ഈസ് ഡിഫൈൻഡ് as ദി ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ. അപ്പോൾ കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ കാർബണിൻ്റെ കോമ്പൗണ്ട്സിനെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. മെയിൻലി ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അലീസൈക്ലിക് കോമ്പൗണ്ട്സ്, അതല്ലെങ്കിൽ അതിന് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് എന്നും പറയപ്പെടുന്നു. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ സൈക്ലിക് അല്ലെങ്കിൽ ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സ് ആണ്. ഇനി നമുക്ക് ഓരോന്നിനെയും സെപ്പറേറ്റ്ലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് സൈക്ലിക് അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ അസൈക്ലിക് അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് എന്ന് പറയുന്നതിന് അഗെയിൻ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്നും അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്നും. അതുപോലെ തന്നെ സൈക്ലിക് അല്ല എങ്കിൽ ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നതിന് കാർബോസൈക്ലിക് എന്നും ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ഈ ഒരു കാർബോസൈക്ലിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ അലീസൈക്ലിക് കോമ്പൗണ്ട്സ് എന്നും അറോമാറ്റിക് കോമ്പൗണ്ട്സ് എന്നും രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് എങ്ങനെയാണ് ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതായത് ആദ്യം നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അസൈക്ലിക് അല്ല എങ്കിൽ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് ആണ്. ഈ അസൈക്ലിക് അല്ല എങ്കിൽ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ബ്രാഞ്ചഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. പക്ഷേ ഇതൊരിക്കലും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കത്തില്ല. അതാണ് അസൈക്ലിക് അല്ല എങ്കിൽ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും ഉണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിലുള്ള കാർബൺസ്, അതായത് രണ്ട് കാർബൺസ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് സിംഗിൾ ബോണ്ട് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ഒരു കോമ്പൗണ്ടിലുള്ള കാർബൺസ് എന്ന് പറയുന്നത് പരസ്പരം സിംഗിൾ ബോണ്ട് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു കോമ്പൗണ്ട്സിനെ നമുക്ക് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയാം. ഈ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആൽക്കെയിൻസ് ആണ്. ഇനി അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോമ്പൗണ്ടിലുള്ള രണ്ട് കാർബൺസ് എന്ന് പറയുന്നത് പരസ്പരം ഡബിൾ ബോണ്ട് വെച്ചിട്ട് ജോയിൻ ചെയ്യുകയോ അതല്ല എങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വെച്ചോ ആണ് ജോയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഇപ്പം നമ്മുടെ ഡബിൾ ബോണ്ട് സി ആണെങ്കിൽ ആ കോമ്പൗണ്ട്സിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്, ആൽക്കീൻസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാർബൺ ട്രിപ്പിൾ ബോണ്ട് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു കോമ്പൗണ്ട്സിന് നമ്മൾ ആൽക്കൈൻസ് എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, നമ്മൾ നേരത്തെ ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും, ഇപ്പം ഏതായാലും അതായത് സാച്ചുറേറ്റഡ് ആയാലും അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ആയാലും ഇതിന് നമുക്ക് എഗെയിൻ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ബ്രാഞ്ചഡും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ചെയിനായിട്ട് പറയാം. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ആൽക്കെയിൻസ് ഇതെന്ന് പറയുന്നത് ഇപ്പോൾ സിംഗിൾ ബോണ്ട് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ചെയിനാണ് ഫോം ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഇതിനൊരു സ്ട്രെയിറ്റ് ചെയിനായിട്ടുള്ള സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണെന്ന് പറയാം. അതേസമയം ഇത് സ്ട്രെയിറ്റ് ചെയിൻ അല്ല, അത് ബ്രാഞ്ചഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4 കാർബൺ ഉണ്ട്, അതിൽ ഇങ്ങനെയാണ് കാണപ്പെടുന്നതെങ്കിൽ ഒരു കാർബൺ എന്ന് പറയുന്നത് ബ്രാഞ്ചഡ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, ആയിട്ടുള്ള സാച്ചുറേറ്റഡ് അസൈക്ലിക് കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് ഈ ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിന് സ്ട്രെയിറ്റ് ചെയിൻ എന്നും, അതേസമയം ഇത് ബ്രാഞ്ചഡ് ആയിട്ടാണ് കാണപ്പെടുന്നത് എങ്കിൽ, അതായത് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് സി ഇപ്പം ഇങ്ങനെയാണ് കാണപ്പെടുന്നതെങ്കിൽ ഇതെന്താണ്, ബ്രാഞ്ചഡ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് അസൈക്ലിക് കോമ്പൗണ്ട്സ് ആണെന്ന് നമുക്ക് പറയാം. ഇതാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. ഏതെന്ന് പറയുന്നത് അസൈക്ലിക് അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സൈക്ലിക് അല്ല എങ്കിൽ റിംഗ് കോമ്പൗണ്ട്സ് ആണ്. ഈ സൈക്ലിക് അല്ല എങ്കിൽ റിംഗ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് കാർബൺ എന്ന് പറയുന്നത് ഒരിക്കലും സ്ട്രെയിറ്റ് ചെയിൻ ആയിരിക്കത്തില്ല കാണുന്നത്, ക്ലോസ്ഡ് സ്ട്രക്ചേഴ്സ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്.
ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 3 കാർബൺ ആണ് ഉള്ളതെങ്കിൽ ആ 3 കാർബൺ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സ്ട്രക്ചർ ആയിട്ടായിരിക്കും, ഇങ്ങനെ ഒരു ക്ലോസ്ഡ് റിംഗ് ആയിട്ടായിരിക്കും കാണുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിംഗ് കോമ്പൗണ്ട് എന്നോ അതല്ല എങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഒരു റിംഗ് കോമ്പൗണ്ട് എന്ന് പറയുന്നതിന് തന്നെ നമ്മൾ എഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് 2 കാറ്റഗറിയാണ് പറയുന്നത്, ഹോമോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്നും അതുപോലെ തന്നെ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്നും. അതായത് സിമ്പിളാണ്, ഇപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഹോമോസൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. അതായത് കാർബൺ ഈ ഒരു റിങ്ങിൽ കാർബൺ മാത്രമായി പ്രസൻ്റ് ആയിട്ടുള്ളൂ എങ്കിൽ അതിന് നമുക്ക് ഹോമോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയാം. അതേസമയം ഈ ഒരു റിങ്ങിനകത്ത് ഈ കാണുന്ന കാർബണിനെ ഏതിനെങ്കിലും ഒരു കാർബണിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ആറ്റം പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ബെൻസീൻ റിങ് എന്ന് പറയുന്നതിനകത്ത് എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 6 കാർബൺ ആറ്റംസ് ഉണ്ട്. അതിൽ ഒരു കാർബണിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു നൈട്രജൻ ആറ്റം വന്നാൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? പിരിഡിൻ എന്ന് പറയാം. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് പിരിഡിൻ. അതുപോലെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാം. അതായത് ഫ്യൂറാൻ ഉണ്ട്. 5 മെമ്പേർഡ് ആയിട്ടുള്ള കാർബണിൽ ഒരു കാർബണിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഫ്യൂറാൻ എന്ന് പറയാം. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഫ്യൂറാൻ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഹോമോസൈക്ലിക് കോമ്പൗണ്ട്സിനെ തന്നെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അറോമാറ്റിക് കോമ്പൗണ്ട്സ് എന്നും അതുപോലെ തന്നെ അലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്നും പറഞ്ഞ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു അറോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അറോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് ബെൻസീനാണ്. ബെൻസീൻ എന്ന് പറയുന്നത് 6 കാർബൺ വരുന്ന ഒരു കോമ്പൗണ്ടാണ്. അതുപോലെ തന്നെ ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് പ്രസൻ്റ് ആണ് ഇതിനകത്ത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഇതിന് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ്, ഏതൊരു കോമ്പൗണ്ട് ആയാലും അത് അറോമാറ്റിക് ആകണം എന്നുണ്ടെങ്കിൽ ഒരു ഹക്കൽസ് റൂൾ എന്ന് പറഞ്ഞിട്ടൊരു റൂളുണ്ട്. അത് ഒബേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കോമ്പൗണ്ട് അറോമാറ്റിക് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു അറോമാറ്റിസിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് ഇവിടെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അലിസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. അലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. പക്ഷേ അറോമാറ്റിക് അല്ലാത്ത എല്ലാ കോമ്പൗണ്ട്സിനെയും നമ്മൾ എന്തെന്നാണ് പറയുന്നത്? അലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് കാണത്തില്ല. അതുപോലെ തന്നെ ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഒന്നും അവിടെ കാണത്തില്ല. ഇനി ഈ പറഞ്ഞിരിക്കുന്ന അലിസൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത് സൈക്ലോഹെക്സെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അലിസൈക്ലിക് കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ വരും? 4 കാർബൺ. അപ്പോൾ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സൈക്ലോബ്യൂട്ടൈൻ. സോ ഇതാണ് നമുക്ക് ഇന്നത്തെ പറഞ്ഞിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ വരുന്നത്. ഇത്രയും ടോപ്പിക്കാണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.